പക്ഷേ ഈ OTTയുടെ ഫുൾ ഫോം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇന്ന് ഞാൻ അങ്ങനത്തെ കുറച്ച് വാക്കുകളുടെ ഫുൾ ഫോമുകൾ പരിചയപ്പെടുത്താം. പണ്ട് വീട്ടിൽ റേഡിയോ ഉണ്ടായിരുന്നപ്പോൾ സംശയമായിരുന്നു ഈ FM-ഉം AM എന്താ. FM ഫ്രീക്വൻസി മോഡുലേഷനും AM ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനാണ്. ഇതിൽ FM നമ്മൾ പാട്ട് കേൾക്കാനായിരിക്കും മിക്കവാറും ഉപയോഗിക്കുക, AM ന്യൂസ് കേൾക്കാനും. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് FM-ൽ സൗണ്ട് കുറച്ച് ക്ലാരിറ്റിയിൽ ഷോർട്ട് റേഞ്ചിലായിരിക്കും ഉണ്ടാകുന്നത്. AM ആണെങ്കിൽ ക്ലാരിറ്റി കുറച്ച് കുറഞ്ഞാലും ലോങ് റേഞ്ചിലേക്ക് വരെ എത്താൻ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ഈ വീഡിയോ ക്ലാരിറ്റിനെ കുറിച്ച് പറയുമ്പോഴും TV വാങ്ങാൻ പോകുമ്പോഴൊക്കെ SD HD 4K എന്ന് പറയാറുണ്ട്. ഇത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ഇമേജുകളും വിഷ്വൽസൊക്കെ കാണുന്നത് ഓരോ കുത്തുകൾ ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ കുറേ കുത്തുകൾ കാണാൻ പറ്റി കഴിഞ്ഞാൽ ഇമേജിൻ്റെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അങ്ങനെ ക്ലാരിറ്റി കൂടും. ഈ കുത്തുകളെ പിക്സലുകൾ എന്നാണ് പറയുക. അപ്പോൾ കൂടുതൽ പിക്സലുകൾ വരുമ്പോൾ കൂടുതൽ ക്ലാരിറ്റിയോടെ കാണാൻ പറ്റും. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡെഫിനിഷനായ SD-യിൽ 720x480 പിക്സലുകളാണ് വരുന്നത്. ഇതിൻ്റെ അടുത്തതായ ഹൈ ഡെഫിനിഷനായ HD-യിൽ 1280x720 പിക്സലുകളാണ് വരുന്നത്. കുറച്ചുകൂടി ക്ലാരിറ്റി ആണെങ്കിൽ 4K-ലേക്ക് വരണം. 4K ആകുമ്പോൾ 3860x2160 വരുന്നത്. ഇതിൽ 4000-ൻ്റെ മേലെ പിക്സലുകൾ വരുന്നതുകൊണ്ടാണ് 4K എന്ന് പറയുന്നത്. നമ്മൾ ഈ യൂട്യൂബിൽ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ നോക്കും? 480p 720p 1080p അങ്ങനെയാണ്. അതിൽ ഈ നമ്പേഴ്സുകൾ, അതായത് 720 1080 എന്ന നമ്പേഴ്സ് ഡിനോട്ട് ചെയ്യുന്നത് അതിൻ്റെ വെർട്ടിക്കലായ പിക്സലുകളുടെ എണ്ണമാണ്. അതിൽ P പിക്സൽ അല്ല, പ്രോഗ്രസീവ് സ്കാൻ എന്ന് പറയും. അതായത് അറ്റ് എ ടൈം വിഷ്വലിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണിക്കുന്നു എന്നുള്ളത് മാത്രമാണ് പ്രോഗ്രസീവ് സ്കാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ VFX-ഉം SFX-ഉം ഇതങ്ങനെ നമ്മളെല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കല്ല, പക്ഷെ പലർക്കും കേട്ട് പരിചയം ഉണ്ടാവും. SFX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ എഫക്ട്സും VFX വിഷ്വൽ എഫക്ട്സും ആണ്. പക്ഷേ SFX-നെ സൗണ്ട് എഫക്ട്സ് പലരും പറയാറുണ്ട്. പക്ഷേ ശരിക്ക് സൗണ്ട് ഡിസൈനാണ് സൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇനി സ്പെഷ്യൽ എഫക്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഷൂട്ടിംഗ് സമയത്ത് റിയൽ ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ് സ്പെഷ്യൽ എഫക്ട്സിൽ വരിക. അതായത് നമ്മൾ ഒറിജിനലായിട്ടൊരു മഴ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്പോഡർ ഉണ്ടാക്കുന്നത് അതൊക്കെ SFX-ൽ വരും. പിന്നെ ഈ VFX-ൻ്റെ കാര്യം പറയുമ്പോൾ CGയുടെ കൂടി കാര്യം പറയാൻ വിചാരിക്കുന്നു. CGയുടെ ഫുൾ ഫോം കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമേജറി എന്നാണ്. VFX-ന് ഉപയോഗിക്കുന്ന ഒരു ടൂള് മാത്രമാണ് CGI. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡൈനോസറുകൾ, കിങ് കോങ്, ഗോഡ്സില്ലേനൊക്കെ CGI ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇത് അനക്കുന്നത് VFX ഉപയോഗിച്ചാണ്. കുറച്ചും കൂടി ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാടോടിമന്നൻ സിനിമയിൽ അവസാനം ആ ടൗണിൽ കാണിക്കുന്ന ബിൽഡിംഗ് CGI ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയത്. പക്ഷെ തകർന്നു വീഴുന്നത് VFX ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർമാനൊക്കെ കണ്ണിന്ന് ലേസർ വിടുന്നത് VFX ആണ്. അപ്പോൾ ഞാൻ ഏതെങ്കിലും ടേംസുകൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കൂട്ടിച്ചേർക്കും.